മഴത്തൂരും മുംബൈയിൽ ബാലചന്ദ്രനോട് മാപ്പ് ചോദിക്കുകയാണ് വൈജയന്തി എന്ന് കാണാനായിട്ട് കഴിയും സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് വൈജയന്തിയാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുകയാണ് തനിക്ക് ഒരു പുതിയ കാറ് വേണമെന്നും അതിന് ജാമ്യം നിൽക്കണമെന്നും. അതായത് തൻ്റെ പഴയ കാറ് ലഭിക്കാനായിട്ട് മാസങ്ങളോളമാകുമെന്നും അതുകൊണ്ടൊരു സഹായം വേണമെന്നും പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ആങ്ങളമാരോട് പറയും, അവരല്ലേ നിന്നെ സഹായിക്കുന്നത് സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുക എന്ന് പറയാണ്. അത് കേട്ടതും നമ്മുടെ വൈജയന്തിയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് കഴിയില്ല എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ എന്ന് കാണാം. ഇതേ സമയം എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല നിനക്ക് വേണ്ടി ജാമ്യം നിൽക്കാനായിട്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും സാധിക്കും. ഇതേ സമയം നമ്മുടെ വൈജയന്തി നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ വാക്ക് ധിക്കരിച്ച് പോവുമായിരുന്നു എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ 23 വർഷക്കാലം നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നു സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് മത്സരിക്കാനോ തല്ലുപിടിക്കാനോ ഇല്ല, എന്നെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത്. എനിക്ക് നിന്നോട് സംസാരിക്കാനും അത്ര വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എന്ന് പറയുന്നത് കാണാം. കൂടാതെ ഇനി ഇവിടെ ഒരു പരിപാടിയും നീ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണ്. എല്ലാം എൻ്റെ മക്കൾ ചെയ്തോളും എന്നും ബാലചന്ദ്രൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും സാധിക്കും. ഇതേ സമയം വൈജയന്തി നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ മക്കളുടെ അടുത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് എല്ലാം ഒറ്റപ്പെട്ടു പോവുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.